കെ സുധാകരനെ കണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഈ കൂടിക്കാഴ്ചയ്ക്ക് എന്താണ്? നിലവിൽ ഒട്ടേറെ വിവാദങ്ങളുണ്ട്. ഒപ്പം ഏറ്റവും ഒടുവിലായി ചന്ദ്രിക ദിനപത്രത്തിന്റെ ഒരു പരിപാടിയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? അനുജ, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. രണ്ട് രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഒന്ന്, തുടർച്ചയായി CPIM-ന്റെ പരിപാടിയിൽ നിന്ന് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരൻ അവഗണിക്കപ്പെടുന്നു. അദ്ദേഹം തുടർച്ചയായി പാർട്ടി പരിപാടികളിൽ നിന്ന് അവഗണിക്കപ്പെടുന്നു. അദ്ദേഹത്തിനെ പരിഹസിക്കുന്ന രൂപേണയുള്ള മറുപടി, അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാത്തതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ നാസർ അത്തരത്തിലുള്ള മറുപടി നൽകുന്നു. പിന്നീട് ഇന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ജി സുധാകരൻ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്ന് ഉദ്ഘാടനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രാവിലെ 9 മണിയോടെ വീട്ടിലെത്തിയ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകരോട് തന്റെ അനിഷ്ടം നേരിട്ട് പരസ്യപ്പെടുത്തുകയായിരുന്നു. താൻ മാധ്യമങ്ങൾ വന്നു, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പരസ്യമായ ഒരു പരിപാടിക്ക് താൻ ഇല്ല എന്ന് തന്റെ അനിഷ്ടം പ്രകടിപ്പിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഉണ്ടായ തലേ ദിവസം പാർട്ടി പരിപാടിയിൽ തന്നെ പങ്കെടുപ്പിച്ചില്ല, തന്നെ ക്ഷണിച്ചില്ല എന്ന വിവാദം അങ്ങനെ ആളിക്കത്തുമ്പോഴാണ്, മാധ്യമങ്ങളിൽ തന്നെ വലിയ രീതിയിൽ സമ്മേളന കാലത്ത് വലിയ വ്യാഖ്യാനങ്ങളോടെയുള്ള വാർത്തകൾ വരുമ്പോഴാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെതിരെ പരസ്യമായ നിലപാട് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPIM എടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള വലിയ നിലപാട്, മുസ്ലിം ലീഗിന്റെ മതേതര സ്വഭാവം നഷ്ടപ്പെട്ടു, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയായി മാറിയെന്നടക്കമുള്ള നിലപാട് പാർട്ടി എടുക്കുമ്പോഴാണ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അതേ പാർട്ടിയുടെ മുഖപത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നീട് മാധ്യമങ്ങളുടെ സാന്നിധ്യം കണ്ട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എന്താണെങ്കിലും ഈ KC വേണുഗോപാൽ MP-യുടെ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി വ്യക്തമായിട്ടില്ല. പക്ഷേ അദ്ദേഹവും KC വേണുഗോപാലും ജി സുധാകരനും രണ്ട് രാഷ്ട്രീയ തുവങ്ങളിൽ നിൽക്കുന്ന നേതാക്കളാണെങ്കിലും ഇവർ തമ്മിൽ നേരത്തെ മുതൽ സൗഹൃദമുണ്ടായിരുന്നു. രണ്ടുപേരും ആലപ്പുഴയിലെ പ്രവർത്തന മേഖലയാക്കിയിട്ട് ഏകദേശം 20-30 വർഷത്തോളം പ്രവർത്തന മേഖല ആലപ്പുഴയിലാണ് രണ്ടുപേരുടെയും. അതുകൊണ്ട് തന്നെ പാർലമെന്ററി രംഗത്തും അല്ലാതെയും ഒക്കെ തന്നെ ഇരുവരും തമ്മിൽ സൗഹൃദം നേരത്തെ മുതൽ ഉണ്ട്. നേരത്തെയൊക്കെ തന്നെ ഇരുവരും തമ്മിൽ പല വേദികളിലും പങ്കിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ സൗഹൃദ സംഭാഷണം നടത്തുകയും രാഷ്ട്രീയപരമായി തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും പരസ്യമായി ഇരു കൂട്ടരും രണ്ടുപേരും അവരുടെ അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള നിലപാടുകളോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാൽ MP ഇന്ന് രാവിലെയാണ് ഡൽഹിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തിയത്. ഇവിടെ ഇന്ന് വൈകല്യം സംഭവിച്ച കുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം അവിടെ നിന്നായിരുന്നു അദ്ദേഹം ജി സുധാകരന്റെ പുന്നപ്ര പറവൂരിലെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ രാവിലെ തന്നെ മാധ്യമങ്ങൾ എത്തിയ സമയത്ത് അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് പരിപാടികളില്ല എന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നിലവിൽ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ള അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ജി സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം കൂടിക്കാഴ്ച അവസാനിച്ചോ മനീഷ്? കേട്ടില്ല. കൂടിക്കാഴ്ച അവസാനിച്ചോ അനുജ? കൂടിക്കാഴ്ച അവസാനിച്ചു. KC വേണുഗോപാൽ MP മടങ്ങി. പക്ഷേ ജി സുധാകരൻ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടില്ല. അദ്ദേഹം ഇത് സംബന്ധിച്ച് എന്താണ് കൂടിക്കാഴ്ചയുടെ കാര്യമെന്ന കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൻ സ്ഥാനങ്ങൾ മാത്രമാണ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കാത്ത അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. അതേപോലെ ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ചയാണ്, രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ചയായില്ല എന്നൊക്കെയുള്ള KC വേണുഗോപാലിന്റെ പ്രതികരണമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ലീഗിന്റെ പരിപാടിയിൽ നിന്ന് ഇന്ന് അദ്ദേഹം പിന്മാറിയത് ഇനി മറ്റൊരു വിവാദം കൂടി വേണ്ട എന്നൊരു സ്വയം തോന്നലിന്റെ അടിസ്ഥാനത്തിലാണോ മനീഷ്? ജി സുധാകരനുമായി KC വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തി. അവർ രണ്ടുപേരും സൗഹൃദത്തിലുള്ളവരാണ്. അങ്ങനെ ഒരു സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നു എന്ന് KC വേണുഗോപാൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിലവിൽ ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. അദ്ദേഹം പാർട്ടി പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നു, അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ഒരു ഭാഗത്ത്. ഇന്ന് ചന്ദ്രികയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ രാവിലെ അദ്ദേഹം ആ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിക്കുകയാണ്. ഇതിനു മുൻപും ലീഗിന്റെ അല്ലെങ്കിൽ ചന്ദ്രികയുമായി ബന്ധപ്പെട്ട പല പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. ആ ഒരു സൗഹൃദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത് എന്നതായിരുന്നു ലീഗിന്റെ വിശദീകരണം. ഇന്ന് പക്ഷേ അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു എന്നത് അറിയിച്ചു. നിലവിൽ നമുക്കറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയൊക്കെ ഉൾപ്പെടെ ലീഗിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്നേറ്റത്. എന്നാൽ പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറാനുണ്ടായ സാഹചര്യം എന്ത് എന്നത് വ്യക്തമല്ല. ഈ സാഹചര്യത്തിലൊക്കെ കൂടിയാണ് ഇന്നിപ്പോൾ KC വേണുഗോപാലിന്റെ കൂടിക്കാഴ്ച അതിന് പ്രാധാന്യമേറുന്നത്. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയായിട്ടില്ല, സൗഹൃദ കൂടിക്കാഴ്ചയാണ്. ഇന്ന് ആലപ്പുഴയിലേക്ക് KC
വേണുഗോപാൽ എത്തിയിരുന്നു. ഏറ്റവും പ്രധാനമായി വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിനെ സന്ദർശിക്കുക, അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം ആലപ്പുഴയിലെ വസതിയിലെത്തി ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഒട്ടേറെ വിവാദങ്ങളുണ്ട്. അതിൽ ജി സുധാകരനുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കാതെ, ചന്ദ്രികയുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനം ജി സുധാകരൻ കൈക്കൊണ്ട ആ വിഷയമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് ഇന്നത്തെ കെ സി വേണുഗോപാലിന്റെ കൂടിക്കാഴ്ച എന്നുള്ളതാണ്.